നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളും ചാറ്റും തന്റേതാണോ എന്ന ചോദ്യത്തിന് രാഹുൽ മറുപടി പറയുന്നില്ല. എന്നാൽ തദ്ദേശ പ്രചാരണത്തിനടക്കം VK ശ്രീകണ്ഠനോടൊപ്പം രാഹുൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണോ സ്ത്രീ സംരക്ഷണ കോൺഗ്രസ് നിലപാട് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല എന്നതാണ് സത്യം. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമ ഒന്ന് നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും, എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി പ്രചരണത്തിനിറങ്ങി ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു രാഹുൽ. ഇതിനിടയിലാണ് ഒരു ഇടുത്തി പോലെ വീണ്ടും ഒരു ശബ്ദ സംഭാഷണം പുറത്തു വന്നത്. ഈ ശബ്ദ സംഭാഷണത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണുള്ളത്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് രാഹുലാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഓഡിയോ സംഭാഷണങ്ങളാണ് പുറത്തു വന്നത്. ഹോസ്പിറ്റലിൽ പോകും, അവരൊറ്റയ്ക്ക് പറ്റില്ല എന്ന് പറയില്ലല്ലോ. എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇത് വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണ്. വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ എന്റെ. രാഹുൽ ഈ കാര്യത്തിലൊന്നും തന്നെ കൃത്യമായൊരു മറുപടി പറയുന്നില്ല. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു. ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പേരിനൊരു സസ്പെൻഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യമായ നടപടിയൊന്നും രാഹുലിന് നേരിടേണ്ടി വരുന്നുമില്ല. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞത് രാഹുൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയേ ഉള്ളൂ, ബാക്കിയൊന്നും പറയാനില്ല എന്നുള്ളതാണ് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞത്. അതേസമയം ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കാൻ MP VK ശ്രീകണ്ഠൻ തയ്യാറായില്ല. ആ ചോദ്യങ്ങളോടൊക്കെ തന്നെ മറുപടിയില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ഉണ്ടായത്. ഈ വിഷയം മാത്രം. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.